സിപിഐഎമ്മിനെതിരായ പ്രതിപക്ഷത്തിന്റെ ഡീൽ ആരോപണങ്ങൾ നുണയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിപിഐഎമ്മിനെ എസ്ഡിപിഐ അടക്കമുള്ള എല്ലാ വർഗീയ ശക്തികളെയും എതിർക്കുന്ന നിലപാട് വർഗീയതയുമായി ബന്ധത്തിൽ ചാഞ്ചാട്ടമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്, എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. എത്രയോ കാലമായി വർഗീയതയോട് ഉറച്ച നിലപാടാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ചാഞ്ചാട്ടവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറില്ല. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ക്ഷോഭിച്ച മുഖ്യമന്ത്രി എസ്ഡിപിഐ വോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് പിണറായി വിജയൻ ക്ഷുഭിതനായത്. നിങ്ങളുണ്ടല്ലോ, എന്ത് കാര്യവും പറയാനുള്ള നാക്ക്, എല്ലില്ലാത്ത നാക്കുണ്ടല്ലോ, അതിന് പറ്റുന്ന ഒരാളാണ് അയാൾ. അത് അതേ രീതിയിൽ കേട്ടുകൊണ്ട് വർത്താനം പറയാൻ കണ്ട അതൊരു നല്ല ഗുണമല്ല. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് എന്തെങ്കിലും കേട്ട് അത് മുഴുവൻ സ്വീകരിച്ച് അതേപോലെ വിളമ്പേണ്ടവരല്ല. അതിന് അല്പം ബുദ്ധി ഉപയോഗിക്കണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ലേശം ഉപയോഗിക്കുന്നത് നല്ലതാണ്. മഞ്ചേശ്വരത്ത് എസ്ഡിപിഐ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് UDF ഡീലിന്റെ ഭാഗമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും ആരോപിച്ചു. CPIMന് എതിരായ കോൺഗ്രസിന്റെ ഡീൽ ആരോപണം കനുകോലു ക്യാപ്സ്യൂളാണെന്നും ബേബി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ഒരു സീറ്റിൽ SDPI സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിക്കാൻ തീരുമാനിച്ചത് UDFന്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കരാർ പണി കൊടുത്തിരിക്കുകയാണ്, ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമല്ലോ. അതെല്ലാവർക്കും നിങ്ങൾക്കെല്ലാം അറിയാം. ഒരാളുടെ പേര് കനുകോലു എന്ന് പറയുന്ന ഒരാളുടെ പേര് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓരോ സംഭവവികാസങ്ങളെയും സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘമുണ്ട്. മെനിഞ്ഞാന്ന് BJPയുമായിട്ടാണ് ഡീല്, CPIMനും LDFനും എന്ന് പറയുന്നു. ഇപ്പോൾ SDPIയുമായിട്ടാണ് ഡീല് എന്ന് പറയുന്നു. അവർക്ക് പരിചിതമായൊരു ഭാഷയാണ്. അതേസമയം SDPI CPIM ബന്ധം രമേശ് ചെന്നിത്തല ഇന്നും ആവർത്തിച്ചു. മുഖ്യമന്ത്രി നേരിട്ടാണ് ധാരണയുണ്ടാക്കിയതെന്നും ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിൽ SDPI CPM തമ്മിൽ പരസ്യധാരണയാണ്. രണ്ട് സ്ഥാനാർത്ഥികൾ മങ്കടയിലും പിന്നെ അതോടൊപ്പം തന്നെ വേങ്ങര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളായവരാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥികൾ. മാത്രവുമല്ല, കേരളത്തിലുടനീളം SDPI PDP തുടങ്ങിയവരുമായിട്ട് ബന്ധമുണ്ടാക്കിയത് ഇവരാണ്. ഞാൻ ഞാൻ ആരോപണം ഉന്നയിക്കുന്ന എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. രാഗേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഒരു ഡീൽ ആരോപണത്തിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്കിൽ കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം അതുതന്നെയാണ് ചർച്ചയാകുന്നത്. ഇന്നും അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അത് മുഖ്യമന്ത്രി ആകട്ടെ, രമേശ് ചെന്നിത്തല ആകട്ടെ, MA ബേബി ആകട്ടെ, എല്ലാവരും ഇതിൽ തന്നെ ചുറ്റിപ്പറ്റിയാണ് ഈ ചർച്ചകളെല്ലാം പോകുന്നത്. അതെ രുചീഷ്, കാരണം ദേശീയ നേതാക്കൾ പ്രചാരണത്തിനായി കേരളത്തിലേക്ക് എത്തുകയാണ്. ഒപ്പം പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴും ഡീൽ ആരോപണം തന്നെയാണ് മുഖ്യ പ്രചാരണ വിഷയം. കാരണം ആദ്യം CPM BJP ഡീൽ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് UDFും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളാണ് രംഗത്തെത്തിയെങ്കിൽ അത് പിന്നീട് SDPIയും CPIയും തമ്മിൽ ഡീലുണ്ടെന്ന ആരോപണവുമായി നേതാക്കൾ രംഗത്തെത്തി. ഇന്ന് ആ ആരോപണം രമേശ് ചെന്നിത്തല ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ആരോപണങ്ങളെ തള്ളിക്കൊണ്ടാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഡീൽ ആരോപണം എന്നത് നുണയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് SDPI അടക്കം ഒരു വർഗീയ കക്ഷികളുമായും CPMന് ബന്ധമില്ല, എല്ലാ കക്ഷികളെയും എതിർക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ആവർത്തിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ക്ഷുഭിതനാവുകയും ചെയ്തു. അതായത് ഡീൽ ഉണ്ടെന്ന് അത് അവരോട് തന്നെ ചോദിക്കണം. പ്രത്യേകിച്ച് മങ്കടയിലടക്കം കാര്യങ്ങൾ ചോദിപ്പിച്ചപ്പോഴാണ് അത്തരമൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം MA ബേബി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് കനകോലു ക്യാപ്സ്യൂളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡീൽ ആരോപണം എന്നാണ് MA ബേബി പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ SDPI പിൻവലിക്കാൻ അതിനെ നിർബന്ധിച്ചത് UDF നേതാക്കളാണെന്ന് കൂടി MA ബേബി പറയുകയും ചെയ്തിട്ടുണ്ട്. MA ബേബി പറഞ്ഞ കാര്യങ്ങളെ ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ ഏതായാലും മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയായി ആദ്യം പത്രിക നൽകിയിരുന്ന അഷ്റഫ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം പക്ഷേ ഈ സാഹചര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ UDFന് സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു മറുപടി ഇവരിൽ നിന്ന് വന്നില്ല എന്ന് തോന്നുന്നു. കാരണം നമുക്ക് നേരിട്ട് അറിയാവുന്ന വിഷയമാണ് ഈ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ വേണ്ടി നടന്ന സമ്മർദ്ദം. ഒടുവിൽ അദ്ദേഹം പിൻവലിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണവും നമുക്ക് ലഭ്യമായതാണ്. സഭയുടെ കാര്യത്തിൽ സഭ നേരത്തെ SDPIയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന തരത്തിൽ ഒരു പ്രചാരണമുണ്ട്. പക്ഷേ അദ്ദേഹം സ്വതന്ത്രനായാണ് മത്സരിച്ചത്. SDPI ആ സഭയ്ക്ക് പിന്തുണ കൊടുത്തു എന്നതല്ലാതെ SDPI സ്ഥാനാർത്ഥിയായിട്ടല്ല അദ്ദേഹം മത്സരിച്ചത്. അത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോൾ പോലും പക്ഷേ ഏതെങ്കിലും തരത്തിൽ CPM നേതാക്കൾ കോൺഗ്രസിനെതിരെ രൂക്ഷമായ തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത് കാണുന്നുമില്ല.
രുചിഷ്, ഡീൽ ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് UDF ആണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കൾ അത് കാര്യമായി തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അതിന് മറുപടി പറഞ്ഞു പോകുന്ന രീതിയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ CPM നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് VD സതീശനടക്കം പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരികയും ചെയ്തത്. അതായത് ഡീൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കുന്നു, UDF തെരഞ്ഞെടുപ്പ് വിഷയമാക്കി പോകുമ്പോൾ ആദ്യഘട്ടത്തിൽ അതിനോട് മറുപടി മാത്രം പറഞ്ഞുപോയി CPM പിന്നീട് അതിന് ട്രാക്ക് മാറ്റുകയാണ് ചെയ്തത്. അതായത് മറുപടിക്ക് പകരം ചില ചോദ്യങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു. അതാണ് പറവൂരിൽ 2006 സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലും പിന്നീട് വാർത്താ സമ്മേളനത്തിലും ഒക്കെ തന്നെ ചോദിക്കുകയും ചെയ്തത്. പക്ഷേ CPM ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പല വാർത്താ സമ്മേളനങ്ങളും ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വികസനം അത് ചർച്ചയാകാതിരിക്കാനുള്ള UDFന്റെ ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ട്രാക്ക് UDF ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിൽ ശൈലി മാറ്റുമെന്ന സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രചാരണ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. പക്ഷേ അപ്പോൾ പോലും ഇന്നും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ SDPIയുമായുള്ള ബന്ധം ആവർത്തിക്കുകയാണ്. അതിനാണ് ഇന്ന് ഏതായാലും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ MA ബേബിയും മറുപടി പറഞ്ഞിട്ടുള്ളത്. രുചീഷ്, ശരി, രാകേഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കത്തിൽ അത് BJP CPIM ഡീൽ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പിന്നീട് ചില ചരിത്ര രേഖകളൊക്കെ ഉന്നയിച്ച് ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉള്ള മറുപടിയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നൽകിയത്. അതിനുശേഷം ഇപ്പോൾ ആ ട്രാക്ക് അത് CPIM SDPI ഡീൽ എന്ന തരത്തിലേക്ക് ചർച്ചകൾ മാറിയിരിക്കുന്നത്. എന്തായാലും ഡീലിൽ ചുറ്റിപ്പറ്റി തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം കാണുന്നത്.